സാറേ, ചൈനയിൽ ഒരു പുതിയ വൈറസിൻ്റെ സാന്നിധ്യം പേടിപ്പെടുത്തുന്നതാണ്. അത് ഇന്ത്യയിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ടോ? അതിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ചൈനയെ ബാധിച്ചിരിക്കുന്നത് പുതുതായിട്ട് വന്നിരിക്കുന്ന കോവിഡിന് സമാനമായിട്ടുള്ള വൈറസ് HMPV, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ആണ്. അത് ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ്. പനി വരും, ജലദോഷം വരും. COVID-19 സാമ്യമുള്ളതാണ്. 2001 ഈ വൈറസ് പ്രത്യക്ഷപ്പെട്ടതാണ് ലോകത്ത്. കുട്ടികളെയും വൃദ്ധന്മാരെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. പ്രതിരോധ ശേഷിയില്ലാത്തവരുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പനി, ചുമ, മൂക്കടപ്പ്, പിന്നെ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ഇതൊക്കെ വരാം. ആദ്യം ഈ COVID-19 വന്നില്ലേ, അത് പടർന്നപ്പോൾ അതിന് സമാനമായിട്ടുള്ള എങ്ങനെയായിരുന്നു അന്ന് ആശുപത്രികളൊക്കെ ഉണ്ടായിരുന്നത്, അതിന് സമാനമായിട്ടുള്ള ചിത്രങ്ങൾ, വീഡിയോസ് ഒക്കെയാണ് ചൈനയിൽ നിന്ന് പുറത്തു വരുന്നത്. ആശുപത്രികൾ നിറഞ്ഞിട്ടുണ്ട്, ക്രിമറ്റോറിയംസ്, ശ്മശാനങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് നമ്മളെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്നാണ്. ചൈനയും പറയുന്നത് ചൈനയിൽ ഇത് നിയന്ത്രണ വിധേയമാണ്, പിന്നെ ശൈത്യകാലമായതുകൊണ്ട് കൂടിയതാണ് എന്ന് പറഞ്ഞ് അവരെപ്പോഴും ഇത് ചെറുതാക്കുമല്ലോ. അതെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് കോവിഡ് വൈറസും ഈ വൈറസും ഈ HMPV 2 വൈറസ് കുടുംബങ്ങളിൽ നിന്നുള്ളതാണ്. ഒരേ തരം അല്ല, രണ്ടും 2 തരമാണ്. പിന്നെ ഈ ട്രാൻസ്മിഷൻ, ഇത് പടരുന്നത്, ഇതിൻ്റെ ലക്ഷണം, ആ 2 കാര്യങ്ങളിലും സാമ്യമുണ്ട്. പിന്നെ ഈ HMPVക്ക് വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല, കോവിഡിന് വാക്സിൻ ഉണ്ട്. അപ്പോൾ ചികിത്സ അത് 2ൻ്റെ കാര്യത്തിലും 2 തരത്തിലാണ്. കോവിഡിന് വാക്സിനും ആൻറ്റിവൈറൽ ചികിത്സകളും ഒക്കെ ഉണ്ട്, പാക്സ്ലോവിഡ് പോലുള്ള മരുന്നുകളും ഒക്കെ ഉണ്ട്. HMPVക്ക് ഒന്നുമില്ല. ഇപ്പോൾ ഈ ഡോക്ടർ അതുൽ ഗോയൽ, ഡയറക്ടർ ജനറൽ ഹെൽത്ത് സർവീസസ് ഇന്ത്യയുടെ, അതുൽ ഗോയൽ പറയുന്നത് സാധാരണ ജലദോഷം ആണ്, അതുപോലെ തന്നെയാണ് ഈ ജലദോഷവും ഉണ്ടാകുന്നത്. ആ വൈറസ് പോലെ തന്നെയാണ് ഇതിൻ്റെ സാധാരണ ജലദോഷം ഉണ്ടാക്കുന്ന വൈറസ് പോലെ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത്, HMPV വൈറസും. വൃദ്ധരിലും കുട്ടികളിലും പനി ഉണ്ടാകും. തിരക്കുള്ള സ്ഥലങ്ങൾ നമ്മൾ പൊതുവെ ഒഴിവാക്കണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. തിരക്കുള്ള സ്ഥലങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക. ഘോഷയാത്ര, ഉത്സവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഇല്ലേ, അതൊക്കെ ഒഴിവാക്കുക. കഴിയുന്നത്ര ശുചിത്വം, ഹൈജീൻ പാലിക്കുക. പഴയ പോലെ കഴിയുമെങ്കിൽ മാസ്ക് ഒക്കെ ധരിച്ച് തന്നെ നീങ്ങുക. അപ്പോൾ ഇന്ത്യയിൽ പിന്നെ നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ, DGHS, ഇതിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ വലിയ വർധന ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഡാറ്റ, ഈ ഡിസംബറിലെ ഡാറ്റ വച്ചിട്ട് ഇന്ത്യയിൽ വലിയ വർധന ഉണ്ടായിട്ടില്ല. നമുക്ക് വന്നാൽ തന്നെ ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കിടക്കകളുണ്ട്, ആശുപത്രികളിലൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത കോണ്ടാക്റ്റ് ഇത് വന്നവരുമായിട്ടൊന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൈ കഴുകുന്ന പരിപാടി, ഹാൻഡ് വാഷിങ്, അതൊക്കെ ശ്രദ്ധിക്കണം. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും കൈ കഴുകുക എന്നുള്ളത്. മാസ്ക് ഉപയോഗിക്കുക. പിന്നെ വെന്റിലേഷൻ, അടച്ച മുറികളൊക്കെ വല്ലപ്പോഴൊക്കെ തുറക്കുന്ന ഒരു ശീലം ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പരിഭ്രമിക്കാനായിട്ടൊന്നുമില്ല. പക്ഷേ പ്രിക്കോഷൻസൊക്കെ വേണ്ടത്ര നമുക്ക് കോവിഡിൻ്റെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചൈനയിൽ HMP വലിയ കുഴപ്പം പിടിച്ച അവസ്ഥയിലാണ് അതിൻ്റെ പകർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായിട്ട് ഔദ്യോഗികമായി ഒന്നും അറിയിച്ചിട്ടില്ലെങ്കിലും ഒരു
അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ചൈനയിൽ നിലനിൽക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. പിന്നെ റിപ്പോർട്ടുകളിൽ കാണുന്നത് ഇപ്പോൾ ഇൻഫ്ലുവൻസ എ, മൈക്കോപ്ലാസ്മ ന്യൂമോണിയ, COVID-19, പിന്നെ അതിനൊക്കെ സമാനമായിട്ടുള്ളതാണ് HMPV എന്ന് റിപ്പോർട്ടുകളിലുണ്ട്. അപ്പോൾ ചൈനയുടെ ഡിസീസ് കൺട്രോൾ അതോറിറ്റി ഈ എവിടെ നിന്ന് വന്നു എന്നറിയാത്ത ന്യൂമോണിയ പടരുന്നത് ശ്രദ്ധിച്ചിട്ട് അത് ചികിത്സിക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഈ ശൈത്യകാലത്ത് മാത്രമല്ല, വസന്തകാലത്തും ഇത് സാധാരണഗതിയിൽ വരാറുണ്ട്. ഇത് വടക്കൻ പ്രവിശ്യകളിലാണ് ചൈനയുടെ HMPV കേസസ് കൂടുതൽ വന്നിരിക്കുന്നത്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലും അവിടെ കാണുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ ആശുപത്രികൾ ഓവർ ക്രൗഡഡാണ്, കൂടുതൽ ആൾക്കൂട്ടം, രോഗികളുടെ കൂട്ടം ഉണ്ട്, അവർക്ക് വലിയ ഉത്കണ്ഠയുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2001 ഇത് വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് ന്യൂമോ വിറീഡെ എന്ന് പറഞ്ഞ വൈറസ് കുടുംബത്തിൽ പെട്ടതാണ്. ഇത് റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ് RSV എന്ന് പറഞ്ഞിട്ടൊരു വൈറസ് ഉണ്ട്. അതുമായി സാമ്യമുള്ളതാണ് HMPV വൈറസ്. ഇത് ചുമയുണ്ടാക്കും, പിന്നെ മൂക്കൊലിപ്പ് ഉണ്ടാവും, തൊണ്ട സോർ ത്രോട്ട് ഉണ്ടാക്കും. പിന്നെ കുട്ടികളിലും വൃദ്ധന്മാരിലും പിന്നെ പ്രതിരോധ ശേഷിയില്ലാത്തവരിലുമൊക്കെ വലിയ സങ്കീർണതകൾ ഇത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ്, പിന്നെ ആസ്മ, COPD ഇതൊക്കെ ഉണ്ടാക്കാം. അമേരിക്കയിലെ ഈ സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HMPV വൈറസ് നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ 3 ദിവസം മുതൽ 6 ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. 3 ദിവസം ബാധിച്ചു കഴിഞ്ഞാൽ 3 ദിവസം മുതൽ 6 ദിവസം വരെ ആവുമ്പോഴേ ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ചെറിയ ജലദോഷം എന്ന നിലയിൽ തുടങ്ങിയിട്ട് വലിയ ഈ ശ്വാസം കഴിക്കാനുള്ള വലിയ പ്രയാസം ഉണ്ടാകുന്ന വിധത്തിലാണ് വരുന്നത്. ഇത് 2 വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെട്ട വൈറസ് കുടുംബങ്ങളിൽപ്പെട്ടതാണ് സാഴ്സും HMPVയും ആണെങ്കിലും ഇത് തമ്മിലുള്ള സിമിലാരിറ്റീസ് സാമ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശത്തെയാണ് ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുതായി തുടങ്ങി വളരെ വലുതായിട്ട് വരും. ഈ തുമ്മിക്കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അവ വഴിയൊക്കെ ഇത് പടരും. ഈ ചുമ, ഇത് നിലത്ത് വീഴുമല്ലോ, അതിൽ നിന്നൊക്കെ ഇത് പടരും. പിന്നെ പനി, ചുമ, വീസിങ്, ഈ മൂക്കൊലിപ്പ്, ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് വരുന്നത്. ഇതിന് ഇപ്പോൾ ഇത് തടയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കഴുകുക, മാസ്ക് ധരിക്കുക, പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, കോവിഡ് കാലത്ത് പറഞ്ഞ പോലെ അധികം തിരക്കുള്ള സ്ഥലത്തൊക്കെ സഞ്ചരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വാക്സിൻ ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ വൈറോളജി ജേർണലിൽ ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഇതിനെ പറ്റിയിട്ടൊരു പ്രബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഏപ്രിലിൽ തന്നെ ചൈനയിലെ ഹെനാനിൽ ഇത് പടരുന്നതായിട്ട് ആ പ്രബന്ധത്തിൽ പറഞ്ഞിരുന്നതാണ്. COVID-19 ശേഷം ആണ് ഹെനാനിൽ ഇത് വന്നത്. ഏപ്രിലിനും ജൂണിനും, കഴിഞ്ഞ കൊല്ലം ഏപ്രിലിനും ജൂണിനും ഇടയ്ക്ക് HMPV കേസുകൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്നു ചൈനയിൽ. ചൈന ഇനിയുള്ള മാസങ്ങളിലും ചൈനയിൽ ഈ ബാധ ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇനി നമ്മൾ പറയേണ്ടതുണ്ടോയെന്ന് വെച്ചാൽ നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ NCDC ഇന്ത്യയിൽ ഈ കേസ് ഇതുവരെ HMPV കേസ് കണ്ടിട്ടില്ല, വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്
ഇന്ത്യയിൽ നമ്മൾ കോവിഡ് കാലത്ത് ചെയ്ത പോലുള്ള മുന്നറിയിപ്പുകളൊക്കെ അനുസരിച്ച് കോവിഡ് കാലത്ത് നമ്മൾ നടന്നിരുന്നത് പോലെയുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ആ മുൻകരുതലെല്ലാം നമ്മൾ അതുപോലെ തന്നെ എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഉപദേശിച്ചിട്ടുള്ളത്. ഈ പ്രായഭേദമന്യേ ആർക്കും ഇതെത്താം എന്നുള്ള രീതിയിലല്ലേ സൂചനകൾ? കൂടുതലും കുട്ടികളിലും വൃദ്ധന്മാരിലും. ചൈനയിൽ കൂടുതലും വന്നിരിക്കുന്നത് 14 വയസ്സിന് താഴെ. പിന്നെ പ്രതിരോധ സംവിധാനം ഈ ദുർബലമായ ആളുകളുണ്ടല്ലോ, പല കാരണങ്ങളും കൊണ്ടും മുമ്പ് അസുഖങ്ങൾ വന്നതുകൊണ്ടുമൊക്കെ അവരിൽ ഇത് പെട്ടെന്ന് വരും. അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.